എന്നിട്ട് മക്കളെ പരിപാടി സുഖല്ലേ? കാലത്ത് തന്നെ എനിക്ക് 11 മണി റൂമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് നേരം വീട്ടിൽ പോകുന്നു. പിന്നെ വിചാരിച്ചു 11 മണി എനിക്ക് കഴിഞ്ഞ് പിന്നെ ഒരു തിമ്പൂല് ഇറക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 7 മണി ആകുമ്പോഴേക്കൊക്കെ അതിൻ്റെ സെറ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അവിടെ സൈക്കിൾ ഇവിടെ അടിയിലുണ്ട്. സൈക്കിൾ ഹെവി വെയിറ്റ് ആയി. ആ ടെൻറ്റ് വന്നപ്പോൾ തന്നെ സൈക്കിളോട്ട് ഇരിക്കുന്നുണ്ട്. സൈക്കിൾ ഞാൻ അടിയിൽ തിരി കാണിച്ചു തരാം. അങ്ങനെ അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക കേട്ടോ ഞാൻ മക്കളെ. അപ്പോൾ ശരി, ഇനിയിപ്പോൾ അടിയിലെത്തിയിട്ട് ഇവിടുന്ന് ജലന്ധർ റൂട്ടിൽ പോകണം. ആദ്യം മറ്റേ എന്താ പറയുക, ഗോൾഡൻ ടെമ്പിൾ പോകണമെന്നാണ് ഈ ജലന്ധർ റൂട്ടാണ്. അപ്പോൾ ആദ്യം ജലന്ധർ റൂട്ടിൽ പിടിക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കട്ടെ. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഭയങ്കര തിരക്കുള്ള ഏരിയ. ഇപ്പം ആദ്യം കിടക്കാൻ നോക്കട്ടെ. അപ്പോൾ ശരി, സാധനങ്ങളൊന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കണു. ഒക്കെ എടുത്തില്ലേ? അരയിലുണ്ടെന്ന് വെച്ചാൽ ഒന്ന് മുകളിൽ ഇട്ടാ എടുക്കാനാ. അപ്പോൾ ഓക്കെ. അങ്ങനെ സൈക്കിളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി, ഈ സാധനം തന്നെ 5 കിലോ ഉള്ളതായിരുന്നു. 4 സംതിങ് കിലോ ഉണ്ട്. ഇത് ഒടിയോ എന്നുള്ളത് അറിയില്ല. ഇത് അലുമിനിയത്തിൻ്റെയാണ്. കണ്ടറിയിട്ട് ഒരു സാധനം ഹെവി ലോഡായിട്ട്. ഇപ്പോൾ പഞ്ചാബ് എത്തുമ്പോഴേക്ക് സൈക്കിളിൻ്റെ അവസ്ഥ നോക്കി, സൈക്കിൾ കാണാനില്ല. ഇന്നലെ നിന്ന ഇവിടെ കേട്ടോ, ഹോട്ടൽ സുഭാഷ്. അപ്പോൾ ശരി, ഓക്കെ. അപ്പം മെല്ലെ ഇവിടുന്ന് പോകാൻ നോക്കട്ടെ കേട്ടോ. 2 മണി കുറേ സൈക്കിൾ ഓർഡർ ആണെങ്കിട്ടൊന്നും കഴിച്ചിട്ടുമില്ല. 10 മണിയാകുമ്പോഴേക്കും 32 ചൂട് ഇവിടെ. കുറച്ച് കഴിയുമ്പോഴേക്കും മരിക്കും മനസ്സിലായി. പഞ്ചാബിൽ ചൂട് സീനാണ്. സീന് ചൂട്. ഓ, ആകെ 10 മണിയാണല്ലോ. ഇനി ഇവിടുന്ന് ജലന്ധറിലേക്ക് 62 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഇനി 30 കിലോമീറ്റർ കൂടിയും ബാക്കിയുണ്ട്. ഈ 30 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 കിലോമീറ്റർ ചവിട്ടാണ്. എന്നിട്ട് നിർത്താനുള്ള പരിപാടി നോക്കാം, നല്ലത്. വെറുതെ വെയിൽ കൊണ്ടിട്ട് ചവിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇന്നെന്തായാലും ജലന്ധറിലേക്ക് എത്തുമപ്പോൾ. ജലന്ധറിൽ ആരോ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ജലന്ധറിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ചെക്കുണ്ട്. അവൻ്റെ അനിയെ അവിടെ പഠിക്കുന്നുണ്ട്. മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടാ കണ്ട് വരുന്നേ പോയെന്ന് പറഞ്ഞിട്ട്. അവനെ വിളിച്ച് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. പോണോ വേണ്ടതെന്നുള്ളത് നോക്കണമല്ലോ. അങ്ങനെ വെയിൽ കൂടില്ല. സീന ഒന്നും കഴിച്ചിട്ടില്ല. ആ സീന് ഞാൻ ആദ്യം ഓരോ കട കാണുമ്പോൾ അടുത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു കടയും കാണാനില്ല. തേങ്ങ പെട്ടെന്ന് കണ്ടാവും. കുറേ ദൂരമായി കടകളൊന്നുമില്ല. അപ്പുറത്തേക്കുള്ള കടകൾ കാണുന്നുണ്ട്. റോഡ് മൊത്തം കിടക്കണ്ട, എളുപ്പമില്ല. നല്ല ഗോതമ്പൊക്കെ വിളഞ്ഞ് നിൽക്കണമെങ്കിൽ വിളഞ്ഞിട്ടൊന്നുമില്ല കൊണ്ടിട്ടത്. പക്ഷേ നിൽക്കാനുള്ളൊരു സൈഡ് കിട്ടുന്നില്ല, ചൂട്. അങ്ങനെ ഇന്നത്തെ ഉച്ചത്തെ ഉറക്കം ഇവിടെ നടന്നു. ഇതെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഹോട്ടലാണ്. ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കണ സാധനമില്ലേ, അതിൻ്റെ മറ്റേത്തുണ്ട്, അതിൻ്റെ മുകളിലാണ്. ഇവിടെ ഓയിലും കരിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയൊന്നുമില്ല. വേറെ പെട്രോൾ പമ്പ് നോക്കിയില്ല, പെട്രോൾ പമ്പൊന്നും കാണാനില്ല. ഉണ്ട്, ഒരെണ്ണം കണ്ടു. അത് ഭയങ്കര ചെറുത, വെയിലടിക്കണ ടൈപ്പാണ്. നമുക്കിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, കിടന്നു കഴിഞ്ഞാൽ വെയിലടിക്കും. 2 കണ്ടു, 2 വെയിലടിക്കണതാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് പോകുന്നു. ഇവിടെ ഈ കട നല്ലൊരു ആംബിയൻസ് ഉണ്ട് കാണുമ്പോൾ. ഞാൻ പിന്നെ ഇവിടെ കിടക്കാൻ വിചാരിച്ചു. പിന്നെ നിറച്ച് പൊടി സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ മാറ്റ് എടുത്തിട്ട് വിരിച്ചു. നേരെ സൈക്കിളൊക്കെ അവിടെ വെച്ച് സൈഡാക്കി കിടന്നുറങ്ങാന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവിടെ 10:45 വരുമ്പോൾ 32 ഡിഗ്രി ഉണ്ടായിരുന്നല്ലോ സമയം ട്രെയിനർ. ഇപ്പോൾ 2:53 ഇപ്പം എത്രയാണ്? ഇപ്പോൾ 37 കണ്ടോ, 37 ഡിഗ്രി. എന്ത് ചൂടെന്ന് പറയുക. അങ്ങനെ അപ്പം ശരി, ഇനി ഇവിടെ നിന്നിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ. സൈക്കിളൊന്ന് അതിൻ്റെ പുതിയ ടെൻറ്റ് വെച്ചതാ, അതാണ്ട് പൊട്ടിപ്പോന്നു. ഇവിടെ എത്തിപ്പോഴറിയണേ. അപ്പോൾ ഇവരെ കൊണ്ടൊന്ന് നൈസായിട്ട് വെള്ളം ഇടിപ്പിച്ചിട്ട് ബോൾട്ടൊക്കെ എടുപ്പിക്കാൻ വിചാരിച്ചിട്ടാ. ഫുള്ള് എടുത്തരുണ്ട്. ഫുള്ള് കഷ്ടപ്പാടാ അതെടുക്കാൻ. ചെറിയൊരു ബോൾട്ടാണ് പൊട്ടിരിക്കണത്. ഒരു ബസ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ്, കണ്ടില്ലേ? ബസ്സിൻ്റെ ബോഡി ഉണ്ടാക്കണതാണ് അവിടെ. തൽക്കാലം ഇവർ കിട്ടിയവരോട് പറഞ്ഞപ്പോഴേ അവർക്ക് ഭയങ്കര സന്തോഷമായി. കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഇന്നത്തെ ലംബാപിണ്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഗുരുദ്വാരയാണ്, കണ്ടില്ലേ? ഇവിടുന്ന് മറ്റേ ഗോൾഡൻ ടെമ്പിളൊക്കെ പോണ വഴിക്ക് ഹൈവേന്ന് ഒരു 150 മീറ്ററൊക്കെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു ഗുരുദ്വാരയാണ്, കണ്ടില്ലേ? നല്ല പെടപ്പന. ഹായ്. അങ്ങനെ ഇവിടെ ഷെയർ റെഡി ആയി. അപ്പോൾ അവരോട് ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ വരികയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം നിന്നപ്പോൾ എന്നെ കൊതുകടി കിട്ടി പെട്ടത്. അപ്പോൾ ഞാൻ ടെൻ്റ് അടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർ പറഞ്ഞു ടെൻറ്റ് ഇവിടെ അടിക്കണം അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞു നോക്കി ഇനി റൂം അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു നൈസായിട്ട്. അപ്പോൾ റൂമുണ്ട്, റൂമിൻ്റെ ഉള്ളിൽ കിടന്ന് പറഞ്ഞു തന്നു, കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് സെറ്റായി. എനിക്ക് തന്നിട്ടുള്ള റൂം പറഞ്ഞത് കേട്ടാ. റൂം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. चैनल का नाम रजित है। रजित वटमरम। मैं केरला से साइकिल में आएगा, मेरा साइकिल अंदर है। केरला से? हाँ केरला से साइकिल में आएगा। अच्छा हाँ। आपका नाम क्या है? यूट्यूब का, इंस्टाग्राम का। यूट्यूब का रजित ये पेन है। पेन नहीं है। ये तुम्हारे पास है? ये छोटा ये ओपन कर दो। नहीं है। ओपन नहीं है। नहीं कर सकते। हाँ ओके। ये पूरे आदमी का ये रहा। ये दिखाओ। ये नहीं खोल सकते ना? खोल नहीं सकते। हाँ। जब लोड पे इतनी होगा खोल। हाँ ओके। हाँ आज व्लॉग ये पाओगे आप? हाँ हाँ 2 दिन के बाद में व्लॉग के वीडियो बनाती है। ओके। रजित वट्टमपरम्बिल। 1 मिनट, मेरा साइकिल उधर ही है, उधर बोर्ड है। बोर्ड में देख। हाँ साइकिल उधर साइड है, उधर देख। हैं? हाँ हाँ 1 मिनट। ഇതാണ് ഗുരുദ്വാര ഇവിടുത്തെ. ഇതാണ് ഇവിടുത്തെ ഫുള്ള് ഗുരുദ്വാര. എവിടെയാണെന്ന് സ്റ്റേജ് ചെയ്യണേ. അങ്ങനെ ഈ സൈക്കിൾ ഉതറിയേ. ആ അങ്ങനെ അത് നല്ല പടപ്പ ഗുരുദ്വാര കേട്ടോ, കണ്ടില്ലേ? നല്ല സൂപ്പർ ഗുരുദ്വാരയാണ്. നാളെ നിങ്ങളെക്കാൾ നല്ല ഭംഗിയുണ്ട്. हाँ 1 मिनट में वीडियो बनाए थे, वीडियो बना दिए. हाँ ഞാൻ പറഞ്ഞാൽ ഇയാൾ കുറച്ച് കലിപ്പന, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് തരാം. ഇപ്പോൾ വരാം 1 മിനിറ്റ്. കണ്ടാ അയാളൊരു മാതിരി വൃത്തിയായിട്ട സ്വഭാവമാണ്. ബാക്കിയുള്ളവരൊന്നും കുഴപ്പമില്ല. അയാൾക്കൊരു മാതിരി ജാട വെയിറ്റ് ഇട്ടിട്ട് നിൽക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എന്താണെന്നറിയില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യാം? കാര്യം നടന്നാൽ മതി. കണ്ടോ അവിടെ നിന്നിട്ട് എത്തിച്ച് നോക്കൊണ്ടിരുന്നിട്ട് കിഴങ്ങാൻ. നമുക്ക് തന്നിട്ടുള്ള റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് റൂം തന്നിട്ടില്ല. ഇവിടെ അഞ്ച് കിടന്നോളൂ. ഞാൻ ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സാധനങ്ങൾ ഉടച്ചു, ഇത് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ മെല്ലെ കിടക്കാൻ നോക്കട്ടെ. അയാളോട് നിന്നിട്ട് എത്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ലതാണ്. ഇയാൾ മാത്രം എന്തൊരു വെകിളി പിടിച്ചു. അങ്ങനെ വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗുരുദ്വാരയിൽ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണം. വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. രണ്ടാള് ഫൈറ്റാ. ഞാൻ തലയിൽ കെട്ടിയായിരുന്നു പറഞ്ഞപ്പോ രണ്ടാളും ഗംഭീര ഫൈറ്റാ. തലയില് ക്യാ പോലെ പാഗ്. തലയിൽ കെട്ടണ സാധനം കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവരോട് പറഞ്ഞതാ പാഗ് കെട്ടാന്ന് പറയാ. കടിച്ചു പിടിച്ചിരിക്കും ആദ്യം. ये डिस्प्ले टूट गया। कब टूटा? इधर आने के बाद हरिहर फोर्ट में। ये पवाया नहीं आपने? हैं? पवाया नहीं? पवा नहीं मतलब? लारी सामने के टिपट बना के लिटा कണ്ടില്ലേ? हो गया? इन्हें कहते ना उन्नो फास्ट कर देवे ना. हो गया? यार
आगे पहला मैं उसे शर्ट करके पढ़ने चलने वाला थी या तो ला ആ ഓക്കെ അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ അങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെ ആള് ഏയ് നാം ക്യാ है करण ओके नाइस नेम ओके बाय ये डोर क्लोज कर दो ആ പാമ്പിള്ളേരെല്ലാവരും ഉണ്ട് നടന്നു അങ്ങനെ അവരൊക്കെ പോയി അവർ ഞാൻ പറഞ്ഞു കീ കെട്ടി തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ യൂസ് ചെയ്യണതാണ് അത് കെട്ടാൻ പറ്റില്ല വേണമെങ്കിൽ അവരെന്നെ ഊരിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് കണ്ടാൽ മതിയല്ലോ അപ്പോൾ കാണിച്ചു തന്ന മതി നല്ല രസമുണ്ടല്ലേ ഒരു വൈബ് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ട് അപ്പം ശരി കേട്ടോ മക്കളെ ഞാനേ കിടന്നുറങ്ങാൻ നോക്കട്ടെ വയ്യ നാളെ കഴിഞ്ഞിട്ട് പോകണ്ടെങ്കിൽ അത് ആലോചിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം അപ്പം ശരി ബൈ ബൈ ഗുഡ് നൈറ്റ്